വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ എഴുന്നേക്കാൻ നല്ല മടിയാണ് കേട്ടോ. ഞാൻ എഴുന്നേൽക്കുമ്പം തന്നെ എൻ്റെ കൂടെ തന്നെ ബോ എഴുന്നേക്കാറുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ തന്നെ ആദ്യം തന്നെ പിള്ളേരെ ഞാൻ പുറത്തിറക്കുകയാണ് ചെയ്യാറ്. ബോ എൻ്റെ കൂടെ എഴുന്നേറ്റ് വരും എപ്പോഴും. ആരോ പക്ഷെ അങ്ങനെയൊന്നും അല്ല, പക്ഷെ അവന് പോട്ടിയും സൂസും ഒക്കെ ചെയ്യാനുള്ളത് കൊണ്ട് അവൻ രാവിലെ എഴുന്നേക്കും. ബോ കുറച്ചു നേരം ഇതുപോലെ മുറ്റത്തൂടെ ഒക്കെ ഓടുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ ആരോ അങ്ങനെയല്ല, അവൻ്റെ പോട്ടിയും സൂസും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വീട്ടിലേക്ക് ഓടും. ഇവിടെ രാവിലെ എഴുന്നേക്കാൻ ഏറ്റവും മടിയുള്ളത് അജയ്ക്കും ആരോയ്ക്കാണ് കേട്ടോ. ആരോ രാവിലെ എഴുന്നേക്കുന്ന തന്നെ അവന്റെ പോട്ടിങ് സൂസും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നേരെ അജയുടെ കൂടെ ദേ കയറി കിടന്നുറങ്ങും. ഇത് ആക്ച്വലി ലിവിംഗ് റൂമിലുള്ള നമ്മുടെ സോഫയാണ്. അപ്പം ഇത് കൺവേർട്ടബിൾ സോഫ ആയതുകൊണ്ട് നമുക്ക് സോഫയായിട്ടും ബെഡായിട്ടും യൂസ് ചെയ്യാം. എല്ലാ ദിവസവും ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ TV എല്ലാം കണ്ട് കണ്ട് രാത്രി ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യാറ്. ബോ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നടക്കുകയായിരിക്കും ചെയ്യാം. ഞാനിപ്പം കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുമ്പം അവൻ അങ്ങോട്ടേക്ക് വരും. ആരോയ്ക്കാണ് രാവിലെ ഉറക്കം ഭയങ്കര ഇഷ്ടമുള്ളത്. ബോയ്ക്ക് അങ്ങനെ രാവിലെ ഉറങ്ങുന്നതൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. രാവിലെ 7 മണിയാകുമ്പോഴത്തേക്കും ബോയ്ക്ക് എഴുന്നേക്കണം. പിന്നെ ഞാൻ കുറച്ചു നേരം കൂടെ അവനെ ബെഡിൽ പിടിച്ച് കിടത്തിക്കുകയാണ് ചെയ്യാറ്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് DMs കമന്റ്സും ഒക്കെ വരുന്നുണ്ട്. കാരണം ഇപ്പം ട്രാവൽ ചെയ്യുന്നില്ലേ, ട്രാവൽ വീഡിയോസ് ഒന്നും ഇടുന്നില്ലേ എന്നുള്ളത്. ഇപ്പം കറൻ്റ്ലി ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നില്ല. 2025 നമ്മുടെ ട്രാവൽ പ്ലാൻസ് ഒന്നും ഇതുവരെ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ വീട്ടിലാണ്, ബാംഗ്ലൂരാണ് ഉള്ളത്. അതുകൊണ്ടാണ് ബോ ആൻഡ് ആരോൻ്റെ വീഡിയോസും പിന്നെ അതേപോലെ അവരുടെ വീഡിയോസ് എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ചാനലിൽ, അതായത് എൻ്റെ ഈ ചാനലിൽ ട്രാവൽ വീഡിയോസ് മാത്രമല്ല, എൻ്റെ ലൈഫിൽ നടക്കുന്ന ഹാപ്പി മൊമെൻറ്റ്സും പിന്നെ അതേപോലെ ബോ ആൻഡ് ആരോൻ്റെ വീഡിയോസും പിന്നെ ട്രാവൽ വീഡിയോസും എല്ലാം ഉണ്ടാകും. അല്ലാതെ ട്രാവൽ റിലേറ്റഡ് മാത്രമായിട്ടുള്ള കോണ്ടന്റ് അല്ല ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ചായ ഇവിടെ ബാൽക്കണിയിൽ വന്നിട്ട് കുടിക്കുകയാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ ബോയും കൂടെ ഉണ്ട്. കാരണം രാവിലെ ഇവിടെ എഴുന്നേൽക്കുന്നത് ഞാനും ബോയും മാത്രമാണ്. അജയും ആരോയും ഇതുവരെ എഴുന്നേറ്റിട്ട് പോലുമില്ല. ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം ഇതുപോലെ ഇങ്ങനെ ബാൽക്കണിയിലൊക്കെ വന്നിരിക്കും. അപ്പം രാവിലെ എനിക്ക് എപ്പോഴും കൂട്ടുണ്ടാവുക ബോയാണ്. ബോയ്ക്ക് രാവിലെ എഴുന്നേറ്റാൽ തന്നെ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ, അതായത് അവൻ്റെ പോട്ടി സുസു പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ അവനൊരു ചെറിയൊരു സൺബാത്ത് ഉണ്ട്. അതായത് ബാൽക്കണിയിൽ ഇവിടെ ഇങ്ങനെ വന്ന്, നിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്, നിൻ്റെ കാര്യമാണ് പറയുന്നത്, ബാൽക്കണിയിൽ ഇവിടെ ഇങ്ങനെ വന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ വെയിൽ കൊള്ളണം. ഇങ്ങനെ വെയിൽ കൊള്ളുമ്പോഴൊക്കെയാണ് അവൻ്റെ ഈ സ്കിൻ കെയർ പ്രൊപ്പൊക്കെ അവൻ ഈ ചെയ്യുന്നത്. അവൻ്റെ ഈ തിളങ്ങുന്ന ബോഡിയുടെ ഒക്കെ രഹസ്യം ശരിക്കും അതാണ്. അപ്പം അവനിതുപോലെ ബാൽക്കണിയിൽ വന്നിട്ട് കുറച്ചു നേരം വെയിലെല്ലാം കൊള്ളും. ഞാനും അപ്പൊ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ അവന്റെ കൂടെ ബാൽക്കണിയിലിരിക്കും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അവനെ കുറിച്ചാണ് നിങ്ങളടുത്ത് പറയുന്നത് എന്നുള്ള അവന് മനസ്സിലായിട്ടുണ്ട്. ബെസ്റ്റ്. ഇങ്ങനെ ഇരുന്നാൽ ഞാനിങ്ങനെ സംസാരിക്കും, എന്നെ കാണുന്നില്ല, നീ ഇവിടെ വന്നിരിക്കും, ഇവിടെ വന്നിരിക്കും. രണ്ടുപേരും നല്ല ഉറക്കമാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും വെജ് സ്റ്റൂ ആണ്. പത്തിരിപ്പൊടി ഇതേ ഞാൻ ഓൾറെഡി ഇവിടെ ചുടുവെള്ളത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ബോന്റെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ചിക്കനും റൈസും റൂൾസും ആണ് ഞാൻ അവന് കൊടുക്കുന്നത്. അപ്പൊ അവനെന്തായാലും ഫുഡ് കൊടുക്കട്ടെ. സ്റ്റൂ ദേ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്താൽ മതി. ബോന്റെ ഫുഡ് കഴിച്ചു കഴിഞ്ഞത് കണ്ടപ്പോഴത്തേക്ക് ആരോ ബേബി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവനും കൂടെ ഫുഡ് കൊടുക്കുകയാണ്. ഇത് ഞാൻ അബുദാബി പോയപ്പം അവിടുത്തെ ലുലുന്ന് വാങ്ങിയ ഈസ്റ്റേണിന്റെ കോക്കനട്ട് മിൽക്കാണ്. അപ്പം ഞാനിപ്പം ഇതാണ് യൂസ് ചെയ്യുന്നത് സ്റ്റൂ ഉണ്ടാക്കുമ്പോഴൊക്കെ. സ്റ്റൂ ദേ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പത്തിരിയും കൂടെ പരത്തി കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവുന്ന ഒരു പലഹാരമാണ് കേട്ടോ പത്തിരി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷും കൂടിയാണ് പത്തിരി. എനിക്ക് മാത്രമല്ല അജയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മമ്മിയെല്ലാം പത്തിരിയെല്ലാം പരത്തിയത് വാഴയിലയിലാണ്. പക്ഷെ എനിക്കങ്ങനെ വാഴയിലയിൽ പരത്താനൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പ്രസ് പാൻ യൂസ് ചെയ്തിട്ടാണ് പത്തിരി പരത്താറ്. എനിക്ക് കൈ വെച്ച് പരത്താനും അറിയത്തില്ല. അപ്പം ഞാൻ ഇതുപോലെ ചെറിയ ഉരുളയാക്കിയിട്ട് ഈ പാനിൽ വെച്ചിട്ട് ഞാൻ ഇതിൽ പ്രസ് ചെയ്തിട്ടാണ് എടുക്കാറ്. ഇത് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് പത്തിരി പരത്തി എടുക്കാൻ പറ്റുന്ന ഒരു പ്രസ് പാനാണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. നോൺ സ്റ്റിക്കിലല്ല കേട്ടോ ഞാൻ പത്തിരി എപ്പോഴും ചൂടാറ്. നല്ല ഇരുമ്പ് ചട്ടിയിലാണ് ഞാൻ പത്തിരി ചൂടാറ്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ദേ അജയും ആരോയും എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ദേ അജയ് സോഫ വാക്യൂം ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് കൺവേർട്ടബിൾ ആയിട്ടുള്ള സോഫ ആയതുകൊണ്ട് നമുക്ക് ബെഡായിട്ടും സോഫയായിട്ടും യൂസ് ചെയ്യാന്നുള്ള. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സോഫ അജയ് വാക്യൂം ചെയ്യും. എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, ഡോഗ്സ് എല്ലാം എന്താ പറയുക ബെഡിലും സോഫയിലെല്ലാം കയറുമ്പോൾ അവരുടെ രോമാവത്തില്ലേ, അപ്പം കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ. പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മുടെ കയ്യിൽ ഡൈസന്റെ വാക്യൂം ക്ലീനർ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവരുടെ ഒരു രോമം ഒരു പ്രശ്നമായിട്ട് തോന്നുകയില്ല. ഇതുപോലെ എപ്പോഴും നമ്മൾ സോഫയാണെങ്കിലും ബെഡാണെങ്കിലും വാക്യൂം ചെയ്യും. അപ്പം വാക്യൂം ചെയ്യുന്നതുകൊണ്ട് ഇവരുടെ ഹെയർസ് തീരെ ഉണ്ടാവത്തില്ല.
അജയ് ഇത് സോഫയാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു എന്ന് തോന്നുന്നു. ആരോ ബേബി ഇതിൻ്റെ മുകളിലൊന്ന് കയറി ഇരിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും അജയുടെ കൂടെ ഇങ്ങനെ കളിക്കാനും അതേപോലെ അജയ്ക്ക് പിള്ളേരെ പാമ്പർ ചെയ്യാനും ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. ഇവരെപ്പോഴും ഇങ്ങനെ തന്നെയാണ്. കിച്ചണിൽ എനിക്ക് പാത്രങ്ങൾ എപ്പോഴും കഴുകി തരാറ് അജയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കിച്ചണത്തെ ഒരു ജോലി വലിയൊരു ഹെക്റ്റിക്കായിട്ട് തോന്നാറേ ഇല്ല. എൻ്റെ അടുത്ത് അജയ് എപ്പോഴും പറയും കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രം സിങ്കിൽ വെച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ അജയുടെ സമയം പോലെ അജയ് വന്നിട്ടാണ് എനിക്ക് പാത്രം എല്ലാം കഴുകി തരാറ്. അജയ് ഇതേ ഇങ്ങനെ പാത്രം എല്ലാം കഴുകി സൈഡിലേക്ക് എടുത്ത് വെക്കും. ഞാനത് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ഷെൽഫിലേക്ക് വെക്കുകയാണ് ചെയ്യാറ്. എനിക്ക് ഈ പാത്രം കഴുകുമ്പോൾ ഒട്ടും ഇഷ്ടമില്ലാത്ത 2-3 പാത്രങ്ങളാണ് ഈ കുക്കറെല്ലാം. ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് കുക്കറൊക്കെ കഴുകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും പാത്രങ്ങൾ കഴുകി തരാറ് അജയാണ്. രാവിലത്തെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കിച്ചൺ നീറ്റാക്കിയിട്ട് നമ്മളിതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. രാവിലെ നല്ല വെളിച്ചമുള്ളത് കൊണ്ട് തന്നെ കർട്ടൻ എല്ലാം ഫുള്ള് ക്ലോസ് ചെയ്യണം, എന്നാലേ നമുക്ക് TV കാണാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഭയങ്കര റിഫ്ലക്ഷൻ ആയതുകൊണ്ട് നമുക്ക് TV കാണാൻ പറ്റത്തില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പം എപ്പോഴും ഇതുപോലെ മലയാളം കോമഡി മൂവീസാണ് വെക്കാറ്. അജയ് നെറ്റ്ഫ്ലിക്സിൻ്റെ സ്വന്തം ആളാണ്. അവന് ഈ സീരീസും അതേപോലെ ഇംഗ്ലീഷ് മൂവീസാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കുമ്പം എപ്പോഴും മലയാളം പഴയ കോമഡി മൂവീസാണ് വെക്കാറ്. ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ പിള്ളേരെപ്പോഴും വന്നിങ്ങനെ കൂട്ടിരിക്കും കേട്ടോ. കാരണം വേറൊന്നുമല്ല, അവർക്കും എന്തെങ്കിലും ഫുഡ് ഐറ്റം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അവരിങ്ങനെ ഇരിക്കുന്നത്, പ്രത്യേകിച്ച് ആരോ. പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവർക്കൊന്നും കൊടുക്കാറില്ല. കാരണം നമ്മൾ ഫുഡ് കഴിക്കുമ്പം എന്തെങ്കിലും ഫുഡ് അവർക്ക് ഇങ്ങനെ എപ്പോഴും കൊടുക്കുമ്പം അവർക്ക് അതൊരു ശീലമായിരിക്കും. അപ്പം നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും അവർ ഫുഡ് കഴിക്കുമ്പോഴും ഇവർ ഇതുപോലെ ഇങ്ങനെ വന്നിരിക്കും. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഡോഗ്സിന് ഫീഡ് ചെയ്യാറില്ല. കാരണം അങ്ങനെ ഫീഡ് ചെയ്യുകയാണെങ്കിൽ അത് അവർക്കൊരു ബാഡ് ഹാബിറ്റ് ആയിട്ടാണ് വരാറ്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് അവർക്ക് എപ്പോഴും എന്തെങ്കിലും ചെറിയ സ്നാക്സ് പോലെ എന്തെങ്കിലും നമ്മൾ കൊടുക്കുക. അപ്പം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ ചെറിയൊരു പീസ് പത്തിരി ആരോയ്ക്കും ബോയ്ക്കും കൊടുക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും പത്തിരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റം വരുന്നത്. 2 മാസം ഞങ്ങളിവിടെ ബാക്ക് ഡോർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഇതുപോലെ ചെറിയ ചെറിയ ചെടികളൊക്കെ വളർന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ തന്നെയാണ് ഇത് ക്ലീൻ ചെയ്യാറ്. പക്ഷേ ഇതിപ്പോൾ 2 മാസം ഞങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും ചെടികൾ വന്നത്. അപ്പോൾ ഞാനും അജയും വിചാരിച്ചു ഇതൊന്ന് ക്ലീൻ ചെയ്യാന്നുള്ളത്. പിള്ളേരും നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. അജയാണ് മെയിൻ പണിക്കാരൻ, ഞാനും പിള്ളേരും ചുമ്മാ അസിസ്റ്റൻസ് ആയിട്ട് ഇങ്ങനെ കൂടെ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ചെറിയൊരു മൺവട്ടി എടുത്തിട്ട് അജയ് പുല്ലെല്ലാം പറിച്ചൊരു സൈഡിലേക്ക് മാറ്റിയിടും. അപ്പം ഞാൻ ഈ പുല്ലെല്ലാം വാരി എടുത്തിട്ട് അപ്പുറത്തെ പറമ്പിലേക്ക് കൊണ്ടിടും. അവിടെ ഒരു പശു വരാറുണ്ട് കേട്ടോ. അപ്പോൾ ആ പശു കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുല്ലെല്ലാം വാരിയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടിടുന്നത്. ഒരു ദിവസം കൊണ്ടൊന്നും ഇവിടെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ കുറേശ്ശെ ആയിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഞാനും അജയും എന്ത് ചെയ്യുമ്പോഴും ആരോ ഇതുപോലെ ഇങ്ങനെ വന്ന് ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. ബോധേ അവിടെ ചെടിയുടെ ഇടയിൽ എന്തോ പൂമ്പാറ്റേനെ കണ്ടിട്ട് അതിന്റെ പുറകെ ഓടി നടക്കുന്നുണ്ട്. ഈ പുല്ലെല്ലാം പറിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് വിചാരിച്ച പോലെ അത്ര എളുപ്പമുള്ള പണിയൊന്നും അല്ലാന്ന്. എനിക്ക് ഇങ്ങനത്തെ പരിപാടികളോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പക്ഷേ അജയ്ക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉച്ചയപ്പോഴത്തേക്കും നല്ല വെയിൽ വന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം സ്റ്റെപ്പിൻ്റെ ഇവിടെ ഇരിക്കുകയാണ്. ഇനിയും വെയിൽ കൂടാനാണ് ചാൻസ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തേക്ക് ഇത്രയും ചെയ്താൽ മതി, ബാക്കി ഇനി നാളെ ചെയ്യാന്നുള്ളത്. ഇന്ന് ഉച്ചത്തേക്കുള്ള ലഞ്ച് ഉണ്ടാക്കുന്നത് അജയാണ്. ടൊമാറ്റോ റൈസും സോയാബീൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ സോയാബീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അജയ് കുക്ക് ചെയ്യുമ്പോൾ ബോ ഇതുപോലെ അവൻ്റെ അടുത്ത് എപ്പോഴും വന്നിരിക്കാറുണ്ട്. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ബോ അങ്ങനെ വന്നിരിക്കാറൊന്നുമില്ല. പക്ഷേ അജയ് കുക്ക് ചെയ്യുന്ന സമയത്ത് ബോ എപ്പോഴും ഇതുപോലെ വന്നിരിക്കാറുണ്ട്. ചിലപ്പോൾ കിച്ചണിലിരിക്കും വന്നിരിക്കുക, ചിലപ്പോൾ ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ സൈഡിലിരിക്കും അവൻ വന്നിരിക്കാറ്. കുക്കറിലാണ് ഞങ്ങൾ എപ്പോഴും ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാറ്. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസും സോയാബീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കുറച്ച് നേരം കിടക്കും. ഈവനിങ് ആണ് ഞാൻ എപ്പോഴും വീട് ക്ലീൻ ചെയ്യാറ്. പിന്നെ ഡൈസൺ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ക്ലീനിങ് അത്ര വലിയൊരു ഹെക്റ്റിക്കായിട്ട് തോന്നാറില്ല. നമുക്കിപ്പം സോഫേൻ്റെ അടിയിലാണെങ്കിലും ഒക്കെ ഈ ഒരു വാക്യൂം ക്ലീനറിനെ കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അതേപോലെ കോർണേഴ്സ് ആണെങ്കിലും എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും ഞാൻ വാക്യൂം ചെയ്യാറുണ്ട്. പക്ഷേ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് മാത്രമാണ് ഞാൻ ഫ്ലോർ തുടയ്ക്കാറുള്ളത്. 2 ദിവസം കൂടുന്തോറും ഞാൻ എപ്പോഴും ഈ സോഫയുടെ ഷീറ്റ് മാറ്റും. എനിക്കെപ്പോഴും DM വരുന്നതാണ് ഇപ്പം ക്ലീൻ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് വീടിൻ്റെ അകത്ത് ഫ്ലോർ എല്ലാം ക്ലീൻ ചെയ്യുമ്പം ഏത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. കാരണം പിള്ളേരുള്ളതുകൊണ്ട്, ഡോഗ്സ് ഉള്ളതുകൊണ്ട് ഏതാ യൂസ് ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ബോൺഗുഡ് എന്നാണ് ബ്രാൻഡിന്റെ പേര് വരുന്നത്. അപ്പൊ ഇതിന്റെ ഫ്ലോർ ക്ലീനർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഞാൻ ഈ പ്രോഡക്റ്റ് വീഡിയോയിൽ ടാഗ് ചെയ്യാൻ, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ആമസോണിലൊക്കെ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. 299 റുപ്പീസാണ് വരുന്നത്. ഇത് ആക്ച്വലി യൂസ് ചെയ്യേണ്ടത് ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുക, എന്നിട്ട് ഇത്ര അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുക. നല്ല സ്മെല്ലാണ് കേട്ടോ, നല്ല അടിപൊളി സ്മെല്ലാണ്. എനിക്ക് ഇതിൻ്റെ സ്മെല്ലാണ് കൂടുതലും ഇഷ്ടപ്പെട്ടത്. അപ്പം ഡോഗ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഇപ്പം എന്തെങ്കിലും അലർജിയും കാര്യങ്ങളൊന്നും വരില്ല. ഡോഗ്സിന് മാത്രമല്ല, ഇപ്പം കാറ്റ്സ് ആണെങ്കിലൊക്കെ നമുക്ക് പെറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ബോൺവുഡ്.
അപ്പം ഞാൻ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഫ്ലോർ ക്ലീനറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് കേട്ടോ ഈ തുണി മടക്കി വെക്കുക എന്ന് പറയുന്നത്. എൻ്റെ പൊന്നോ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ്. പിന്നെ ഇത് മടക്കി വെക്കാൻ ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ ചെയ്യുന്നത്. എന്താണെന്നറിയത്തില്ല, ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യും, പക്ഷേ എനിക്ക് ഈ തുണി മടക്കി വെക്കുക എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ്. ബോയ്സ് എവിടെ രണ്ടുപേരും? വാ, പ്ലേ ടൈം. ആ ഇവിടെ പിടിച്ചോ. അവൻ നിനക്ക് പിടിക്കാൻ വേണ്ടി അവൻ അപ്പുറത്ത് ഓടി വന്നതല്ലേ? അവിടെ നിനക്ക് പിടിക്കാൻ പറ്റാനിട്ടാ. എന്നെ കൊണ്ട് അവനെ പിടിക്കാൻ പറ്റില്ല. സോ ഡാഡി ഇറങ്ങണം, അജയ് ഇറങ്ങണം, എന്നാലേ അവനെ പിടിക്കാൻ പറ്റുള്ളൂ. ബുദ്ധിപരമായ നീക്കം. കിട്ടിയോ? കിട്ടിയോ? പിടിച്ചോ പിടിച്ചോ. ഞാനിവിടുന്ന് എപ്പോഴും ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ് സാധനം വാങ്ങാറ്. അപ്പം ഇൻസ്റ്റാമാർട്ടിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഓൺലൈനിലാണ് ഞാൻ വെജിറ്റബിൾസ് ആണെങ്കിലും വാങ്ങുക. പക്ഷേ ഗ്രോസറീസ് എപ്പോഴും ഡിമാർട്ട് പോയിട്ടാണ് മേടിക്കാറ്. അപ്പോൾ ഇത് നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസ് ഞാൻ ഒന്നിച്ചിട്ട് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് മേടിച്ചാണ്. ഒരാഴ്ചത്തേക്ക് കൂടുതലുള്ള വെജിറ്റബിൾസ് ഒന്നും വാങ്ങാറില്ല. കാരണം നമ്മൾ ചിലപ്പോൾ നാട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ എവിടെയും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ പച്ചക്കറികളൊക്കെ ചീത്തയായി പോകും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം, എന്നിട്ട് വേണം എനിക്ക് ഫ്രഷ് ആവാൻ. ആരോ അജയുടെ കൂടെ ബെഡ്റൂമിലേക്ക് സീരീസ് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ബോധേ കിച്ചണിൽ എനിക്കിവിടെ കൂട്ടിരിക്കുകയാണ്. അപ്പം ഞാനിതൊക്കെ ഒന്ന് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ. സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഞാൻ ദേ കുളിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞാൻ ദേ കുളിച്ച് ഫ്രഷായി വന്നു. ഇനി ഡിന്നറെല്ലാം കഴിച്ച് കിച്ചണത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ദേ കിടക്കാൻ വേണ്ടി പോവാണ്. ഇനി കുറച്ച് നേരം TV എല്ലാം കണ്ടിട്ട് ഞങ്ങൾ അധികം ഇവിടെ ഈ ലിവിംഗ് റൂമിൽ തന്നെ ആയിരിക്കും കിടന്നുറങ്ങുക. അപ്പം ഞങ്ങളുടെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയത്തുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് സഞ്ജന പാലങ്ങാട് സൈനിങ് ഓഫ്. ടാറ്റാ.